ഞാൻ ഏറ്റവും ഹാപ്പിയാണ്. അതായത് ഞാൻ 101% ഹാപ്പിയാണ് ഈ പ്രോഡക്റ്റിൽ നിങ്ങളുടെ പ്രധാനമായിട്ട് സർവീസ്. ഓക്കെ, നമസ്കാരം. നമ്മുടെ വീട് ചെയ്തതിന് ശേഷം പല റിവ്യൂസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്നല്ല 2 റിവ്യൂ. നമ്മുടെ ഈ പറഞ്ഞ സോളാർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് റിവ്യൂ ആണ്. അതായത് നമ്മളൊരു വീട് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ ചെയ്തത് 3 കിലോവാട്ടിൻ്റെ സോളാറായിരുന്നു. നമ്മുടെ അഫ്ര എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇവിടെ നമുക്ക് സോളാർ ചെയ്തു തന്നത്. പ്രധാനമായിട്ടും നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ പറയുക, എൻഫേസിൻ്റെ മൈക്രോ ഇൻവെർട്ടർ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ അദാനിയുടെ ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽസും ആയിരുന്നു ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 കൊല്ലമായിരിക്കുന്നു. ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ അഫ്രയിലെ മനീഷ് എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഒപ്പം മനീഷ് ഉണ്ടേ. യെസ്, ഒരിക്കൽ കൂടി സ്വാഗതം മനീഷ്. താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സാറേ, നമ്മൾ ഈ 2 വർഷമായി നമ്മൾ സോളാർ ചെയ്ത്? അതെ, ഒരു സാറിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഫസ്റ്റ് പറയേണ്ടതാണ്, ഇതിനകത്ത് എന്ത് കഥ പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇനി ഒറ്റ വാക്കിലൊരു വാക്ക് വേണമല്ലോ. ഞാൻ ഏറ്റവും ഹാപ്പിയാണ്. അതായത് ഞാൻ 101% ഹാപ്പിയാണ് ഈ പ്രോഡക്റ്റിൽ നിങ്ങളുടെ പ്രധാനമായിട്ട് സർവീസ്. ഓക്കെ, ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 4 സർവീസുകളാണ് 2 വർഷം കഴിഞ്ഞു. ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് 4 സർവീസുകൾ നമ്മൾ ഓൾറെഡി. അത് കൂടാതെ ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ മീൻസ് നമ്മുടെ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഫസ്റ്റ് പ്രൈമറി നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് വോൾട്ടേജിന്റെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ റെക്ടിഫൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം മാത്രമാണ് ആകെ എനിക്ക് ഫസ്റ്റ് ടൈം. കാര്യം ഇത് ഏതൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കിത് ആപ്ലിക്കേഷനിലാണ് ഫോണിൽ കാണുന്നത്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഒരു പേയ്മെന്റ് ഔട്ട് ചെയ്തു KSEB. അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അവര് പേയ്മെന്റ് നമുക്ക് കാര്യം ഇങ്ങോട്ട് വിളിച്ചിട്ടെന്ന് പറയാൻ കാര്യം എന്താ പറയാ, KSEB ഉള്ളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ടു ബി ഫ്രാങ്ക് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചതല്ലേ. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് നമുക്ക് പേയ്മെന്റുകൾ നമ്മൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാതെ തന്നെ ഈ ഒരു സമയം സൈക്കിളിന്റെ സമയം എത്തുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ടേക്ക് വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാനത് 1-2 മാസം ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു ഇതുപോലെ പേയ്മെന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, സോ വന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഔട്ട് ചെയ്യാന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പിന്നെ അത് കൂടാതെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു പെർഫോമൻസ് ആണ്. ഓക്കെ, പെർഫോമൻസ് ഒരു 16-17 റെഗുലർ. കാര്യം ഇവിടെ ചെയ്തിരിക്കുന്ന 3 കിലോവാട്ട് അദാനിയുടെ ടോപ്കോൺ ബൈഫേഷ്യൽ എൻഫേസിന്റെ മൈക്രോ ഇൻവെർട്ടർ IQ8P മൈക്രോ ഇൻവെർട്ടർ. IQ8P അല്ലേ ഇപ്പൊ വരുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ്. എനിക്ക് ഒരു മാസം ഈ പറഞ്ഞ 257-267 ഏറ്റവും കൂടി വന്ന് ഇത് ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലേ, ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. 297 വരെ മാക്സിമം വന്നിട്ടുണ്ട്. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് അല്ല എന്ന് അന്നേരം മനസ്സിലായി. ഇപ്പൊ ഫിക്സഡ് ചാർജ് അല്ല, ഫിക്സഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗം, നമ്മൾ സോളാറിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗ്രിഡിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു സമ്മാണ് നമുക്കിപ്പോൾ ഫിക്സഡ് ചാർജ് അതിന് ഡിപ്പെൻഡ് ചെയ്താണ്. കാരണം ഇപ്പോൾ ഒരു സ്ലാബ് ഉണ്ട്. നമ്മൾ KSEBയുടെ ബില്ല് അടച്ചുകൊണ്ടിരുന്നത്, നമുക്ക് ഓരോ യൂണിറ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് ഒരു സ്ലാബ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോളാർ വെച്ച കസ്റ്റമേഴ്സിന്. എനിക്ക് 2000 to 3000 വരെ ആയിരുന്നു വേരി ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഞാനിവിടെ ചെയ്തിരിക്കുന്ന 3 കിലോവാട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5000 രൂപ വരെയുള്ളത് നമുക്ക് ഇത് കവർ ചെയ്ത് പോകും. 5000 മുതൽ 6000 വരെയുള്ള കറണ്ട് ബില്ല് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്ത് പോകും. ഒരു ഇലക്ട്രിക് വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഉപയോഗം അനുസരിച്ച്. ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ ഒരു പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു സിസ്റ്റം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ഈസിലി അപ്ഗ്രേഡബിൾ ആണ്. ഇനി സാറിന് ഇപ്പം ഒരു EV ഒക്കെ എടുക്കുന്ന സമയത്ത് കറണ്ട് ബില്ല് കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ നമുക്കൊരു സിംഗിൾ പാനലും വെച്ച് നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മൈക്രോ ഇൻവെർട്ടറിന്റെ പ്രത്യേകത കൊണ്ടാണോ അങ്ങനെ ചെയ്യാൻ? മൈക്രോ ഇൻവെർട്ടർ നമുക്കിപ്പോൾ വന്നിട്ട് ഒരു ഒറ്റ ദിവസം ഈ ഒരു സ്ട്രക്ചർ ഒന്ന് ആഡ് ചെയ്യുക, സ്ട്രക്ചർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഒരു പാനൽ വെക്കുന്നു, മൈക്രോ ഇൻവെർട്ടർ ഇതിലേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വയറിംഗിലേക്ക് കണക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞ മനീഷ്, ഞാനൊരു 101% ഫുള്ളി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണെന്ന്. ഓക്കെ, എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഫീഡ്ബാക്ക് വീഡിയോ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മിനിമം 1 to 2 കൊല്ലം എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ഫീഡ്ബാക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം അതിൽ വരുന്ന സർവീസ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഫേസ് ചെയ്യണം. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിനകത്തൊരു ഫീഡ്ബാക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഒരു 100% അല്ലെങ്കിൽ 101% ഫുള്ളി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്നുള്ളതാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് തരുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ കുറച്ച്, നമ്മൾ അത് മാത്രമായി കഴിഞ്ഞാൽ വെറും ഒരു ഫീഡ്ബാക്ക് വീഡിയോ അതാവണ്ട, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ അന്നേരം എടുത്തിരുന്ന മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇന്നതിന് എന്തെങ്കിലും അപ്ഗ്രേഡേഷൻസ് വന്നിട്ടുണ്ടോ?
ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഈ ഒരു മൈക്രോ ഇൻവെർട്ടറിൽ നമുക്ക് ഹൈബ്രിഡിലേക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സോളാറിൽ നമ്മുടെ ഫീസിബിലിറ്റി തീരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് ഹൈബ്രിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫ് ഗ്രിഡ് ആയിട്ട് മീൻസ് ഹൈബ്രിഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പവർ ഫെയിലിയർ ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പവർ ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഈ IQ8P നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എൻഫേസിന് തന്നെ ബാറ്ററി ഉണ്ട്, ഒരു സിസ്റ്റം കൺട്രോളർ ഉണ്ട്. അതും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ശരി. ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, മീനടം KSEB എല്ലാം കൊണ്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കറണ്ട് പോകുന്ന കാര്യത്തിൽ വൻ പരാജയമാണ്. സോ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ വളരെ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ഉപകാരമാണ്. പക്ഷേ ഹൈബ്രിഡിലോട്ട് വരുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ശരിക്കും പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ ഉപയോഗം എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നമുക്ക് ഈ ഹൈബ്രിഡ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്ക് TOD ബില്ലിംഗ് ആണ്. രാവിലെ 6 മണി മുതൽ രാത്രി 6 മണി വരെയാണ് ഓഫ് പീക്ക് അവേഴ്സ്. അതിൽ നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ 25% കുറവാണ് നമുക്ക് ബില്ല് വരുന്നത്. ഈ 6 to 10 വൈകുന്നേരം 6 PM to 10 PM പീക്ക് അവേഴ്സ് ആണ്. നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ 25% നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതായത് നല്ല രീതിയിലാണ് ആ സമയത്ത് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ 10 to 6 നോർമലാണ്, നോർമൽ ടൈം, രാവിലെ 6 വരെ നോർമൽ. പക്ഷെ അതും കൊള്ളാം. കാര്യം വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന AC ആണ്. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 10 മണി തൊട്ട്. പക്ഷേ ഇതിന് ഈ 10 മണി തൊട്ട് രാവിലെ വൈകുന്നേരം 6 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ സോളാർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തത് യൂസ് ചെയ്യുക. ഈ 6 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് നമ്മൾ വലിയ ലോഡുള്ള എക്യുപ്മെന്റ്സോ ഈ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ അതുപോലെയുള്ളതൊന്നും ഈ സമയത്ത് ചാർജിങ് EV ചാർജിങ് ഒന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 6 മണി തൊട്ട് 10 മണി വരെയുള്ള ലോഡുകൾ ഡയറക്റ്റ് ഹൈബ്രിഡിലേക്ക് നമുക്ക് ഈ ബാറ്ററിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സ്മാർട്ടായിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യാം. അതായത് അഫ്ര എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മുടെ നോർമലി ഉള്ള സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ്, മൈക്രോ ഇൻവെർട്ടേഴ്സ്, ഹൈബ്രിഡ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതും കസ്റ്റമർ ഏതാണോ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ സാറിൻ്റെ ഈ സ്ഥലത്ത് ഇപ്പോൾ പവർ ഫെയിലിയർ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പിന്നെ ഷെയ്ഡ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ നമ്മൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് ആണ് കൂടുതലും കസ്റ്റമറിൻ്റെ അടുത്ത് പറയുന്നത്. കാരണം ഷെയ്ഡ് എന്തെങ്കിലും ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രിംഗ് ഇൻവെർട്ടർ വരുമ്പോൾ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് മൈക്രോ ഇൻവെർട്ടേഴ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം. ഈ ഇതിനകത്ത് എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഈ റെഗുലേഷൻസ് വന്നതിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസം അവസാനം വരെയും, അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന അതെ ഈ മാസം അവസാനം വരെയും അത് സ്റ്റേ ചെയ്തേക്കുവാണ്. ഈ സ്റ്റേ നമ്മൾ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിപ്പോ വീണ്ടും സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കറന്റ് അറ്റ് പ്രസന്റ് നമുക്ക് ആ ഒരു റെഗുലേഷൻ പഴയ റെഗുലേഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 കിലോവാട്ട്, 5 കിലോവാട്ട്, 50 കിലോവാട്ട്, 100 കിലോവാട്ട് ഒന്നും ഇപ്പോൾ തരത്തിൽ ബാധിച്ചിട്ടില്ല. ഫ്രീ ആയിട്ട് നമുക്ക് മീൻസ് ഈസിലി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് പല സ്ഥലങ്ങളിലും ഈ ഫീസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ അത് ഉദ്ദേശിക്കുന്നത്? എന്തുവാ ഫീസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ നമുക്ക് ഇവിടെ സാറിന്റെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ സാറ് ഇപ്പോൾ ഇവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് KSEB നമുക്ക് ഒരു സമ്മതം വേണം, അവരുടെ ഒരു സമ്മതം വേണം. ഫീസിബിൾ സ്റ്റഡി, അതിനാണ് ഈ ഫീസിബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. കാരണം ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ഫോമറിലേക്ക് നമ്മുടെ സോളാർ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ, ലോഡ് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമുക്ക് സോളാർ കണക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ഓഫ് ഗ്രിഡ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓൺ ഗ്രിഡ് ചെയ്യാൻ KSEB വരുന്ന സമ്മതപത്രമാണ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് ഈ ഇപ്പം നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ. സോളാറൊക്കെ എല്ലാവരും വെച്ച വീടുകൾ തന്നെ വളരെ അപൂർവമാണ്. ഇപ്പൊ ഇവിടെ എടുത്തൊരു 1 കിലോമീറ്റർ അകത്ത് പോയി കഴിഞ്ഞാൽ വെച്ച വീടുകൾ ഒരു 3-4 ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് കൂടുതലും ബാധിക്കല്. അതോ ലോഡ് കൂടുന്ന മീൻസ് കുറേ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ കുറേ ആളുകൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഒരു 10-20 കിലോവാട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3-4 വീട്ടുകാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസിബിലിറ്റി കുറയും. എനിക്ക് തോന്നുന്നു ഏരിയ അനുസരിച്ചിട്ടാണ് അത് മനുഷ്യ. ഇതിനകത്ത് വന്ന അപ്ഡേഷൻസ് എനിക്കൊന്ന് പറഞ്ഞുതരാം. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് IQ8P എൻഫേസിന്റെ മൈക്രോ. അന്ന് നമ്മൾ കാണിച്ചായിരുന്നു, ഒന്നുകൂടെ കാണിക്കുന്നു. IQ8P
യെസ്. ഓക്കെ. ഇതാണ് പ്രീമിയം റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സ്. പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കാരണം ഇത് ഒരു പാനലിന് ഒരു ഇൻവെർട്ടർ ആണ്. അപ് ടു 25 years ആണ് ഇതിന്റെ വാറന്റി വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എഫിഷ്യൻസി ആണെങ്കിലും കൂടുതലാണ് ബാക്കിയുള്ള മൈക്രോ ഇൻവെർട്ടേഴ്സിനെ അപേക്ഷിച്ച്. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഒരു പാനലിന് ഒരു ഇൻവെർട്ടർ. 1:1. അടുത്തത് യെസ്. ഇതും ഒരു മൈക്രോ ഇൻവെർട്ടർ സെഗ്മെന്റിൽ വരുന്നതാണ്. പക്ഷെ ഇതൊരു ക്വാഡ് ഇൻവെർട്ടർ ആണ്. ഇതിന് 2 പാനൽ ഇതിൽ കണക്ട് ചെയ്യണം. ശരി. 2 പാനൽ ഇതിന്റെ അകത്ത് കണക്ട് ചെയ്യണം. മറ്റൊന്നാണ് ഇത് രണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kilowatt ഈ ഒരു ഇൻവെർട്ടർ 2 പാനലിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പാനൽ. ഇതും മൈക്രോ ഇൻവെർട്ടർ, ഇതും ക്വാഡ് മൈക്രോ ഇൻവെർട്ടർ ആണ്. ഇത് 4 പാനലാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. മീൻസ് 2 kilowatt മൈക്രോ ഇൻവെർട്ടർ ആണ്. 2 kilowatt 4 പാനൽ ഇതിന്റെ അകത്ത് കണക്ട് ചെയ്യാം. അതിൽ 2 പാനൽ കണക്ട് ചെയ്യാം. ഇതിൽ സിംഗിൾ. പ്രോപ്പർ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഫേസിന്റെ 1:1 മൈക്രോ ആണ്. ശരി. ഇതിനകത്ത് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമുക്കിപ്പോ ഏത് പാനൽ, ഏത് ഇൻവെർട്ടർ എടുത്തോ, ഒരു ഇൻവെർട്ടർ അവർക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ സർവീസ് കഴിഞ്ഞപ്പോൾ എൻഫേസോ ഏതോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് അവരുടെ ഒരു വാറന്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക? അത് ഒരു റിലയബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷം മുന്നേ നമ്മളൊരു ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അത് ബാലുശ്ശേരിയിൽ ജാഫർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കസ്റ്റമറിന്റെ ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സിസ്റ്റം നമ്മുടെ ഈ ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയി. അത് മൈക്രോ ഇൻവെർട്ടർ ആയിരുന്നു അതോ? അല്ല, അത് നോർമൽ സ്ട്രിംഗ് ഇൻവെർട്ടർ ആയിരുന്നു. പക്ഷെ അത് ഇന്ത്യയിലുള്ള ഇൻവെർട്ടർ അല്ലായിരുന്നു, പുറത്തുള്ള ഇൻവെർട്ടർ ആയിരുന്നു. ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് ആയിരുന്നു. അപ്പോൾ ആ ഇൻവെർട്ടറിന്റെ സർവീസും ഉണ്ടായില്ല, സർവീസ് ടെക്നീഷ്യന്മാരും ഉണ്ടായില്ല. അവരിവിടെ ഇല്ല, ഒന്നും ഉണ്ടായില്ല. അവർ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി. യാതൊരുവിധ സർവീസും നമുക്ക് കിട്ടിയില്ല. പക്ഷേ കസ്റ്റമർ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ കസ്റ്റമറിനെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ റിസ്കിൽ നമ്മൾ തന്നെ പേയ്മെന്റ് എടുത്ത് നമ്മളൊരു പുതിയൊരു ഇൻവെർട്ടർ ചെയ്തു കൊടുത്തു. നമ്മുടെ പ്രശ്നം പരിഹരിച്ചു. നമ്മളെ പ്രശ്നം. കാരണം ഇൻ കേസ് നമുക്ക് ആ പ്രശ്നം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഇൻവെർട്ടർ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ഏതാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഫേസ് ആണെങ്കിൽ എൻഫേസിന്റെ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എൻഫേസ് ആണ് ഇത് സിസ്റ്റം റീപ്ലേസ് ചെയ്യുന്നത്. അതെ. പക്ഷെ അവരില്ലാത്തത് കൊണ്ടും അവരെ സർവീസ് പോയതുകൊണ്ടും ഇവിടെ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ തന്നെ അത് ചെയ്തു കൊടുത്തു. അപ്പോൾ അത് നോക്കുമ്പോൾ കസ്റ്റമറും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ നമ്മൾ ചെയ്തു കൊടുത്താണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം എന്നല്ല പറയുന്നത്, ഒരു 2 വർഷം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ പുള്ളിയുടെ സിസ്റ്ററിന്റെ വീട്ടിലും അതുപോലെ തന്നെ 2 റിലേറ്റീവ്സിന്റെ വീട്ടിലും നമുക്ക് റെഫറൻസ് തന്നു. നമ്മളത് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ സാർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻഫേസ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ സപ്പോസ് ഇതുപോലെ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഒരു ഇൻവെർട്ടർ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്, ഇതിന് കംപ്ലൈന്റ് വരാം. എന്തെങ്കിലും ഒരു ഇഷ്യൂസും കൊണ്ട് നമുക്ക് കംപ്ലൈന്റ് ആയി ഈ മൈക്രോ ഇൻവെർട്ടർ ഡിഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 4 to 5 days മാക്സിമം ആണ് കമ്പനി ഇത് റീപ്ലേസ് ചെയ്യും. എൻഫേസ് പിന്നെ പൂർണ്ണമായിട്ട് റീപ്ലേസ്മെന്റ് ആണല്ലോ. ഇതിന് ഒരിക്കലും സർവീസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാലും റീപ്ലേസ് ചെയ്യുക. അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. നമുക്ക് പുതിയ സാധനം നമ്മുടെ ഓഫീസിൽ വരും. വിത്തിൻ നെക്സ്റ്റ് ഡേ നമ്മൾ ഇത് വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഏത് പ്രൊഡക്റ്റ് ഇവർ ചെയ്താലും നിങ്ങളുടെ സർവീസ് നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമ്മൾ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാര്യം അന്നത്തെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഏതാണ്ട് 2.7 അത്രയുണ്ടായിരുന്നു. ആ സബ്സിഡി കഴിഞ്ഞിട്ടായത് 3 kilowatt ആണ് ഇവിടെ വെച്ചത്. സബ്സിഡി 78,000 രൂപ വരെ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. അത് 3 kilowatt അല്ല 5 kilowatt അല്ല അത്രയല്ലേ വരുള്ളൂ. അതെ. സബ്സിഡി അവൈലബിൾ 3 kilowatt മുതൽ 10 kilowatt വരെ 78,000 ആണ്. ലോൺ അവൈലബിൾ ആണോ? ലോൺ അവൈലബിൾ ആണ്, കൊടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഇപ്പോഴും അന്ന് ചെയ്ത അതേ റേറ്റ് തന്നെയാണ്, ഏകദേശം ആ റേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. 2.7 2.8 ആക്കിയാണ് നമുക്ക് മൈക്രോ ഇൻവെർട്ടറിന്റെ കാര്യം. സബ്സിഡി അതിൻ്റെ 78,000 സബ്സിഡി ഉണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞ മൈക്രോ ഇൻവെർട്ടറിന്റെ റേറ്റ് ആണ്. അത് കൂടാതെ സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്, കൂടാതെ ഹൈബ്രിഡ്. രണ്ടിന്റെ റേറ്റ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കുറച്ചേറെ നാൾ സംസാരിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയൊരു അങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വെക്കുന്നതിനല്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ആ ചെയ്യുന്ന ഇൻസ്റ്റാളേഴ്സിന് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച്
നമുക്കൊരു സംശയമുണ്ട്, അത് കൃത്യമായിട്ട് ദൂരീകരിച്ച് തരാൻ പറ്റുന്ന ഒരു ഫേം എന്നുള്ള നിലയ്ക്കാണ് മനീഷ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു റീസൺ. ആ റീസൺ ഈ 2 വർഷത്തോളം വളരെ കൃത്യമാണ് എന്ന് എനിക്ക് നിങ്ങൾ തെളിയിച്ചു തരികയും ചെയ്തു. സോ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ താങ്ക് യു മനീഷ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പറഞ്ഞത് ഇതിനെക്കുറിച്ചാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇവർ ചെയ്യുന്നുണ്ടാവും. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വിളിച്ചാൽ മതിയാവും. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും. സൗത്ത് ഇന്ത്യ അല്ലേ? സൗത്ത് ഇന്ത്യയിൽ ഇൻസ്റ്റാളേഷൻസ് ചെയ്യും. സർവീസ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനും വിളിക്കാം. ഒരു കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കാം, സർവീസ് ഇഷ്യൂസിന് വിളിക്കാം, കൂടാതെ പ്രൊഡക്റ്റ് എടുക്കാനും വിളിക്കാം. ഞാൻ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞതിൻ്റെ കാര്യം, ഇത് രണ്ടും ചിലപ്പോൾ വരുന്നത് സർവീസ് ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തോ അതിലെന്തെങ്കിലും ഒരു അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് അതിലൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്, കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒരിക്കലും പറയുന്നില്ല, നമ്മൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ കൊട്ടേഷൻ എടുക്കുക, അതുപോലെ തന്നെ വീണ്ടും ഒരു 2 കൊട്ടേഷൻ എടുത്ത് തൊട്ടടുത്തൊരു പ്ലാന്റ് ഒക്കെ പോയി കാണുക, അങ്ങനെയാണ് നമ്മളും പറയുന്നത്. യെസ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുക. അതിനായിട്ടൊരു ബെസ്റ്റ് ഫേമിനെ ഞാൻ നിങ്ങൾക്ക് 2 കൊല്ലം മുന്നേ പരിചയപ്പെടുത്തി. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ 2 കൊല്ലത്തിന് ശേഷം ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. യെസ്, താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എൻ ടി.